ഹലോ, ഇന്ന് ശിവരാത്രിയുടെ അവധി ആയതുകൊണ്ട് വൈകുന്നേരം വരെയുള്ള ഉറക്കത്തിന് ശേഷം വൈകുന്നേരത്തെ ഒന്ന് കറങ്ങാനിറങ്ങി. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിനി കാണാൻ പോകുന്നത്. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയായിരുന്നു, ആലപ്പുഴ ബീച്ചിൽ പോയി കറങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് റീൽസിലൊക്കെ കണ്ട് ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ആദ്യം ബൺ പൊറോട്ട ഉണ്ടാക്കുന്ന കണ്ടു. അത് കുറച്ച് നേരം നോക്കി ഇന്ന് വെള്ളം ഇറക്കി നേരെ അകത്തേക്ക് കയറി കുറേ ഓർഡറൊക്കെ ചെയ്തു. 2-3 ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. സംഭവം റീൽ കണ്ടുപോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇരുന്നത്. പക്ഷേ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും ഐറ്റംസ് ഉണ്ട് അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട്. കിഴിയൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. കിഴി തന്നെ പല ടൈപ്പ് ഉണ്ട്. ഫിഷുണ്ട്, മീറ്റുണ്ട്, ചിക്കനുണ്ട്, എഗ്ഗുണ്ട്, അങ്ങനെ പല ടൈപ്പ് കിഴികളുണ്ട്. പിന്നെ ബൺ പൊറോട്ട എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബൺ പൊറോട്ട കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ സ്റ്റഫ്ഡ് പൊറോട്ട വാങ്ങിച്ചു. പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ വാങ്ങിച്ചു. എല്ലാം കഴിച്ച് വയറ് വീർത്താണ് തിരിച്ച് വീട്ടിലെത്തിയത്. അതുകൊണ്ട് നമ്മൾ ബൺ പൊറോട്ട 2 ഓർഡർ ചെയ്തുള്ളൂ, കാരണം ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഉറപ്പില്ലായിരുന്നു. സൈസ് അതുപോലെയായിരുന്നു ഉണ്ടായിരുന്നു, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് വേറെ ടൈപ്പായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ വാങ്ങിയൊരു ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുലുക്കി മുട്ട. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ആ സാധനം പേര് കേൾക്കുന്നത്. പുള്ളിക്കാരൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയാം, പക്ഷെ ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതും കഴിക്കുന്നതും. മുട്ട തന്നെയാണ്, മുട്ട വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കുലുക്കി മുട്ട എന്ന് പറഞ്ഞിട്ട്. ഫ്ലേവർ വേറൊരു ടൈപ്പാണ്, മുട്ടയാണെന്ന് പറയത്തില്ല, പക്ഷേ മുട്ട വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന സാധനം, ഈ സാധനമാണത്. ആൾ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇതിന് മുന്നേ ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അത് പറഞ്ഞാൽ കൊള്ളാം, നീ ഒന്ന് കഴിച്ചു വന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു സ്പൂൺ കഴിച്ച് നോക്കി. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ മുട്ടയാണെന്ന് പറയത്തില്ല, മുട്ടയുടെ ഒരു ഫ്ലേവറൊന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം കിഴിപ്പൊറോട്ട വന്നു. ഞങ്ങൾ ചിക്കൻ ലവർ ആയതുകൊണ്ട് തന്നെ ചിക്കൻ കിഴിയാണ് പറഞ്ഞത്. ചൂട് നല്ല ആവി പറക്കുന്ന ചൂടോടെയാണ് കൊണ്ടുവച്ചത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാനെടുത്തത്. ആ ചിക്കൻ്റെ ആ ഗ്രേവിയിലൊക്കെ ഇങ്ങനെ കുതിർന്നിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഗ്രേവിയിൽ പൊതിഞ്ഞിരിക്കുന്ന ആ പൊറോട്ട ഇങ്ങോട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചിക്കൻ പീസും മുട്ടയൊക്കെ കാണാം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഈ ഷോപ്പിൻ്റെ ഐറ്റംസിനെ പറ്റിയിട്ട്. സംഭവം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റി ഫുഡാണ്. റേറ്റും ഭയങ്കര കത്തിയൊന്നുമല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് അവർ കൊടുക്കുന്നത്. ആലപ്പുഴയിൽ ശരിക്കും പൊറോട്ടയുടെ ഇത്രയധികം വെറൈറ്റീസ് ഉള്ള വേറെ ഷോപ്പുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയതാണ്, ഇവിടെ കഴിക്കാനായിട്ട് പോയതല്ല. വേറെ ആവശ്യത്തിന് പോയപ്പോൾ ഈ ഒരു ഷോപ്പിനെ പറ്റി നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ തൊട്ടടുത്തായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് ഇവിടെ പോയി കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കിഴി തന്നെ കഴിച്ചപ്പോൾ വയറ് ഫില്ലായി. പിന്നെ സ്റ്റഫ്ഡ് പൊറോട്ട ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ, ബാക്കി പാഴ്സലാക്കേണ്ടി വന്നു, കാരണം വയറ്റിലൊട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂട് ആവി തുറക്കുന്ന സാധനമുണ്ട്, ഊതിയാണ് കഴിച്ചത്. പൊറോട്ട നല്ല ചൂടാ. ഇൻസ്റ്റഗ്രാം റീല് കണ്ടു വന്നതാണ്, നഷ്ടമായില്ല. അടിപൊളി സാധനം. ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ്. കിഴി എന്നാണ് ഷോപ്പിൻ്റെ പേര് തന്നെ വരുന്നത്. EMS സ്റ്റേഡിയത്തിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പോയി കഴിക്കും കേട്ടോ.